ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫും അനന്തു എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഡോക്ടർ അനന്തവും ചേർന്ന് നിർമ്മിക്കുന്ന അതിരടിയുടെ ടൈറ്റിൽ ടീസർ മൂവി ടീം പുറത്തുവിട്ടു. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു പക്ക മാസ് എന്റർടൈൻമെന്റാണ്. അരുൺ അനിരുദ്ധ് സംവിധാനം ചെയ്യുന്നു. ഒക്ടോബർ അവസാനത്തോടെ അതിരടിയുടെ ചിത്രീകരണം തുടങ്ങും. കാഴ്ചയിലും സ്വഭാവത്തിലും വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള കഥാപാത്രങ്ങളെ ബേസിലും ടൊവിനോയും വിനീതും അവതരിപ്പിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്കേവർക്കും നൽകുന്നത് എന്നത് തീർച്ചയാണ്. മറയൂർ ചന്ദ്രക്കാടുകളുടെ പശ്ചാത്തലത്തിലുള്ള പകയുടെയും പ്രതികാരത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കഥ പറയുന്ന വിലായത്ത് ബുദ്ധിയുടെ ആദ്യ ഗാനം പുറത്തുവന്നു. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഡബിൾ മോഹനെ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജിന്റെ ജന്മദിനത്തിലാണ് മൂവി ടീം ഈ ഗാനം പുറത്തുവിട്ടിരിക്കുന്നത്. പൃഥ്വിരാജും പ്രിയമത കൃഷ്ണനുമാണ് ഗാനരംഗത്തിലുള്ളത്. കാട്ടുറാസ എന്ന് ആരംഭിക്കുന്ന ഗാനം വിജയ് യേശുദാസും പാർവതി മീനാക്ഷിയും ചേർന്നാണ് ആലപിക്കുന്നത്. സംഗീതം ജെക്സ് ബിജോയിയാണ്. സംഘർഷത്തിലൂടെയും ഉദ്യോഗജനകമായ ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം സംഗീതത്തിന്റെ ഇന്ദ്രജാലങ്ങൾ തീർക്കുമ്പോൾ തിയേറ്ററുകളിൽ പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധ ബോക്സ് ഓഫീസ് തൂത്തുവാരുമെന്ന് ഉറപ്പാണ്. മലയാള സിനിമയിലെ ക്രൂരനായ വില്ലൻ പട്ടം പതിറ്റാണ്ടുകളോളം കൈവശം വെച്ച ടി.ജി. രവി എന്ന തൃശ്ശൂർക്കാരുടെ സ്വന്തം രവിയേട്ടന് സിനിമാഭിനയത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിട്ടു. സ്വയം നിർമ്മിച്ച സിനിമയിൽ തന്നെ വില്ലൻ വേഷങ്ങൾ ചെയ്ത് തുടർന്നിങ്ങോട്ട് 300-ലധികം കഥാപാത്രങ്ങൾക്ക് വേഷമിട്ടു ടി.ജി. രവി. സിനിമയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ടി.ജി. രവിക്ക് മൂവി ടോക്ക് മലയാളത്തിന്റെ 1000 ആശംസകൾ. വെട്രിമാരൻ ചിമ്പു കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന അരസൻ സിനിമയുടെ ടീസർ മൂവി ടീം പുറത്തുവിട്ടു. ചെറുപ്പക്കാരന്റെ ഗെറ്റപ്പിലും മധ്യവയസ്കന്റെ റോളിലുമാണ് ചിമ്പു അഭിനയിക്കുന്നതെന്നാണ് അറിയുന്നത്. വി ക്രിയേഷൻസിന്റെ ബാനറിൽ കലൈപുലി എസ് താണുവാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിമ്പുവിന്റെ നായികയായി സായി പല്ലവി എത്തുന്നു. ചിമ്പുവിന്റെ വ്യത്യസ്തമായ വേഷപ്പകർച്ചകളായിരിക്കും ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണല്ലോ കാന്ത. ദുൽഖർ സൽമാനും ഭാഗ്യശ്രീ ഭോസ്ലെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കാന്തയുടെ റിലീസ് തീയതി മൂവി ടീം പുറത്തുവിട്ടു. സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം നവംബർ 14 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും. 1950 കാലത്തെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ. തമിഴിൽ ഒരുക്കിയ ചിത്രം 4 ഭാഷകളായി ലോകമെമ്പാടും എത്തും. കാത്തിരിക്കാം മറ്റൊരു ദുൽഖർ ചിത്രത്തിനായി. മാത്യു തോമസിനെ നായകനാക്കി പ്രശസ്ത എഡിറ്റർ റൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന റൊമാൻറ്റിക് സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ ട്രെയിലർ മൂവി ടീം പുറത്തുവിട്ടു. ആകാംക്ഷയും ഉദ്യോഗജനകവുമായ ട്രെയിലറാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രം 2025 ഒക്ടോബർ 24 ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുന്നിലെത്തും. ജയസൂര്യയുടെ ആട് 3 പ്രഖ്യാപിച്ചതോടെ ഷാജി പാപ്പാന്റെ ലുക്ക് വീണ്ടും തരംഗമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഷാജി പാപ്പാനായി ജയസൂര്യ വേഷപ്പകർച്ച നടത്തിയത്. ആട് 2 എന്ന ചിത്രത്തിന് ശേഷം വമ്പൻ ബജറ്റിൽ ഒരുക്കുന്ന എപ്പിക് ഫാന്റസി ചിത്രമാണ് ആട് 3. ചിത്രീകരണം പുരോഗമിച്ചു വരികയാണ്. ജയസൂര്യ, വിനായകൻ, വിജയ് ബാബു, സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, ഇന്ദ്രൻസ് എന്നിവർ ഉൾപ്പെടെ വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ ഒന്നിക്കുന്നു. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വൈകാതെ മൂവി ടീം പുറത്തുവിടും. ക്രിസ്മസ് ചിത്രങ്ങളിൽ കാമിയോ റോളുകളുമായി മമ്മൂട്ടിയും മോഹൻലാലും. അർജുൻ അശോകൻ നായകനായ ചത്താപച്ചയിൽ മമ്മൂട്ടിയും ദിലീപിന്റെ ബാബായിൽ മോഹൻലാലും എത്തുന്നു. മെഗാതാരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ക്രിസ്മസിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. ഇരു ചിത്രങ്ങളുടെയും സംവിധായകർ നവാഗതരാണ് എന്നതാണ് ശ്രദ്ധേയം. ജിത്തു ജോസഫിന്റെ സഹസംവിധായകനും മോഹൻലാലിന്റെ അനന്തരവനുമായ അദ്വൈത് നായരാണ് ചത്താപച്ച സംവിധാനം ചെയ്യുന്നത്. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബാബാ ഭായിൽ ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസനും അനിയൻ ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളാവുന്നു. ദിലീപിന്റെ ഐക്കൺ മാസ് ചിത്രമായിരിക്കും ബാബാ ഭ. ഏതായാലും ക്രിസ്മസിന് തിയേറ്ററുകളിൽ 2 മെഗാതാരങ്ങൾ കൊമ്പുകോർക്കും തീർച്ച. മോഹൻലാൽ ചിത്രങ്ങൾക്ക് പിന്നാലെ ദിലീപ് ചിത്രം കല്യാണരാമൻ വീണ്ടും തിയേറ്ററുകളിലേക്ക്. ദിലീപ്, സലീം കുമാർ, ഇന്നസെന്റ് തുടങ്ങിയ വമ്പൻ താരനിരയും ഇന്നും ഓർത്തോർത്ത് പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന കോമഡിയും ഒപ്പം പ്രണയത്തിന്റെയും നൊമ്പരങ്ങളുടെയും കഥ പറയുന്ന ചിത്രം 4K ഡോൾബി സിസ്റ്റത്തിൽ തിയേറ്ററുകളിലെത്തിക്കാനാണ് മൂവി ടീം ഒരുങ്ങുന്നത്. 2002 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ഷാഫിയാണ്. ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാലാണ് നിർമ്മിച്ചത്. ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ലാലു അലക്സ്, ലാൽ, നവ്യ നായർ, ജ്യോതിർമയി, സലീം കുമാർ, ഇന്നസെന്റ് തുടങ്ങിയ നീണ്ട താരനിര ചിത്രത്തിലുണ്ട്. 2026 ജനുവരിയിൽ കല്യാണരാമൻ പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കും. മറ്റൊരു സിനിമ അപ്ഡേറ്റുമായി വീണ്ടും വരാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.